ഒരുമിച്ച് പ്രണയിച്ച് പ്രണയ ലീലകളിൽ മുഴുകി നടന്ന ശേഷം പിരിഞ്ഞു പോയവർ, അവരെ പറ്റിയാണ് സിനിമാ കേരള ഇന്ന് പറയുന്നത്. ഒരുമിച്ച് ജീവിച്ച സൂപ്പർ നടന്മാരെക്കുറിച്ചും സൂപ്പർ നടിമാരെക്കുറിച്ചും. ആദ്യം അതിൽ പറയേണ്ട ഒരു കാര്യം പ്രേം നസീർ ഷീല ജോഡികളാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ജോഡികളായി അഭിനയിച്ച താരങ്ങൾ. പ്രേം നസീറും ഷീലയും തമ്മിലുള്ള പ്രണയവും അതേക്കുറിച്ചുള്ള ഗോസിപ്പുകളും ഒക്കെ മലയാള സിനിമയിൽ ഒരു കാലത്ത് ചർച്ചാ വിഷയമായിരുന്നു. പ്രേം നസീറും ഷീലയും തമ്മിലുള്ള പ്രണയം, ആ പ്രണയത്തിൻ്റെ അന്ത്യം. പ്രേം നസീർ ഒരിക്കലും തൻ്റെ കുടുംബത്തെ മറന്ന് കാമുകിയുമൊത്ത് ഒരുമിച്ച് താമസിക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചില്ല. പക്ഷേ ഇരുവരും തമ്മിലുള്ള പ്രണയം മലയാളത്തിലെ ഒരു നൊസ്റ്റാൾജിയയാണ്. രണ്ടാമത്തെ ശ്രദ്ധേയമായ പ്രണയം ജയനും ലതയും തമ്മിലുള്ള പ്രണയമാണ്. ജയനും MGRന്റെ ഒരു കാലത്തെ ഇഷ്ടനടിയുമായിരുന്ന ലതയും തമ്മിലുള്ള പ്രണയം. ജയനും ലതയും തമ്മിൽ പ്രണയിച്ചത് ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിലായിരുന്നു. പക്ഷേ അതിൽ പ്രേം നസീറിൻ്റെ നായികയായിരുന്നു ലത എന്നതാണ് വൈരുദ്ധ്യം. എന്തായാലും ഇരുവരും തമ്മിലുള്ള പ്രണയം ഒരു കാലത്ത് ചർച്ചാ വിഷയമായി മാറി. ഇരുവരും ഒരുമിച്ച് മദ്രാസിൽ താമസിച്ചതും MGRന്റെ ഗുണ്ടകൾ ജയനെ വിരട്ടിയതും ജയൻ നെഞ്ചു വിരിച്ചു നിന്ന്, സിനിമയിൽ കാണുന്നത് പോലെ തന്നെ നെഞ്ചു വിരിച്ചു നിന്ന് അവരെ ആട്ടി ഓടിച്ചതും ഒക്കെ ചരിത്രം. പിന്നീടുള്ള ശ്രദ്ധേയമായ ഒരു പ്രണയം തെന്നിന്ത്യൻ സിനിമയിൽ സംഭവിച്ചത് കമൽഹാസനും ശ്രീവിദ്യയും തമ്മിലാണ്. കമൽഹാസൻ ഒരു പൂവിൽ മാത്രം നുകരുന്ന വണ്ടായിരുന്നില്ല, പല പൂവുകളിൽ നിന്ന് തേൻ നുകരുന്ന വണ്ടായിരുന്നു. എന്തായാലും ശ്രീവിദ്യയെ കമൽഹാസൻ വിവാഹം കഴിച്ചില്ല. ഇരുവരും തമ്മിൽ അടിച്ച് പിരിയുകയും ചെയ്തു. ബോളിവുഡിൽ ഏറെ കോളക്കം സൃഷ്ടിച്ച പ്രണയം മിഥുൻ ചക്രവർത്തിയും ശ്രീദേവിയും തമ്മിലുള്ള പ്രണയമായിരുന്നു. ഇരുവരും തമ്മിൽ കുറേ കാലം ഒരുമിച്ച് താമസിച്ചു. പിന്നീട് ഇരുവരും അടിച്ച് പിരിഞ്ഞു. മിഥുൻ ചക്രവർത്തി പുതിയ വാതായനങ്ങൾ തേടിപ്പോയി. ശ്രീദേവി ബോണി കപൂറിനെ വിവാഹം കഴിച്ചു, അന്തരിച്ചു. തമിഴ്നാട്ടിലേറെ കോളക്കം സൃഷ്ടിച്ച ഒരു പ്രണയമായിരുന്നു പ്രഭുവും ഖുശ്ബുവും തമ്മിലുള്ള പ്രണയം. അത് ഒരു കാലത്ത് വലിയ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ചിന്നത്തമ്പി എന്ന ചിത്രം തമിഴ്നാട്ടിൽ വലിയ ഹിറ്റായി മാറി. പ്രഭുവും ഖുശ്ബുവുമായിരുന്നു ജോഡികൾ. അവരെ ലാക്കാക്കിക്കൊണ്ട് കുറേ ചിത്രങ്ങൾ ഇറങ്ങി. ഇരുവരും കുറേ കാലം ഒരുമിച്ച് താമസിച്ചു. പിന്നീട് പ്രഭുവിൻ്റെ അച്ഛൻ ശിവാജി ഗണേശൻ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും പ്രഭുവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തതൊക്കെ ചരിത്രം. ഖുശ്ബു ഇപ്പോൾ രാഷ്ട്രീയക്കാരിയാണ്. സി സുന്ദർ, സംവിധായകൻ, നടൻ ഒക്കെയായ സി സുന്ദറിൻ്റെ ഭാര്യയുമാണ്. മറ്റൊന്ന് ബാബു ആൻ്റണിയും നമ്മുടെ ചാർമിളയും തമ്മിലുള്ള പ്രണയമാണ്. ധനം എന്ന ചിത്രത്തിലൂടെയാണ് ചാർമിള ശ്രദ്ധേയായി മാറിയത്. ബാബു ആൻ്റണിയും ചാർമിളയും കുറേ ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു. ഇരുവരും തമ്മിൽ പ്രണയത്തിലായി മാറി. ആ പ്രണയം സഫലമായില്ല. പിന്നീട് മറ്റൊരു പ്രണയം കൂടി തെന്നിന്ത്യയിൽ ചർച്ചാ വിഷയമായി അടുത്ത കാലത്തെ തലമുറകളിൽ. അത് ചിമ്പുവും നയൻതാരയും തമ്മിലുള്ള പ്രണയമായിരുന്നു. ചിമ്പുവും നയൻതാരയും തമ്മിൽ വലിയ ഇഷ്ടത്തിലായിരുന്നു. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ഫോട്ടോകൾ നയൻതാര ചിമ്പുവിനെ ലിപ് ലോക്ക് ചെയ്യുന്ന ഫോട്ടോകളൊക്കെ ചിമ്പു പുറത്തുവിട്ടു ഈ ബന്ധം തകർന്നപ്പോൾ. എന്തായാലും ഇരുവരും അടിച്ചു പിരിഞ്ഞു. ചിമ്പുവും നയൻതാരയും രണ്ട് ധ്രുവങ്ങളിലേക്ക് വേർപിരിഞ്ഞു. സൂപ്പർ നടന്മാരും സൂപ്പർ നടിമാരും തമ്മിലുള്ള പ്രണയ കഥകളുടെ, പ്രണയ ലീലകളുടെ ചരിത്രം.
അത് ഗോസിപ്പുകളായും അല്ലാതെയും ഒക്കെ വന്നുപോയി മലയാള സിനിമയിൽ. ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ നടനായിരുന്ന ശങ്കറും അംബികയും തമ്മിലുള്ള പ്രണയം വലിയ ചർച്ചാ വിഷയമായിരുന്നു. അംബിക ശങ്കറിനെ പ്രണയിച്ചതും ശങ്കറും അംബികയും തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നതും ഒക്കെ കബഡി വെച്ച് നിരത്തി അന്നത്തെ സിനിമാ മാധ്യമ പ്രവർത്തകർ. പക്ഷേ ഇരുവരും തമ്മിൽ അടിച്ചു പിരിഞ്ഞത് ചരിത്രം. അങ്ങനെ കുറേ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇന്ത്യൻ സിനിമയിലും തെന്നിന്ത്യൻ സിനിമയിലും മലയാള സിനിമയിലും ഒക്കെ അമിതാഭ് ബച്ചനും രേഖയും തമ്മിലുള്ള പ്രണയം. കുറേ കാലം അമിതാഭ് ബച്ചനും രേഖയും തമ്മിലുള്ള പ്രണയം മാധ്യമങ്ങൾ ആഘോഷിച്ചു. പിന്നീട് ഇരുവരും ഇരു ധ്രുവങ്ങളിലേക്ക് വേർപിരിഞ്ഞതും ചരിത്രം. ഈ ചരിത്രങ്ങളൊക്കെ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ, അല്ലെങ്കിൽ തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. തെന്നിന്ത്യൻ സിനിമയും ഇന്ത്യൻ സിനിമയും മലയാള സിനിമയും ഒക്കെ ഈ പ്രണയങ്ങളെ ആഘോഷിച്ചു. ഈ പ്രണയങ്ങളെ ആഘോഷിക്കുക മാത്രമല്ല, ഈ പ്രണയങ്ങളെ ആഘോഷിച്ച സിനിമാ മാധ്യമങ്ങൾ അക്കാലത്ത് വലിയ സർക്കുലേഷനിലേക്ക് കുതിച്ചുയർന്നു. നാനാ സിനിമയാണ് മലയാളത്തിലെ സിനിമാ മേഖലയിൽ വലിയൊരു മാറ്റം വരുത്തിയത്. അവരുടെ പത്രപ്രവർത്തകരെ, മിടുക്കരായ പത്രപ്രവർത്തകരെ, പല്ലിശ്ശേരി, മധുവൈപ്പന തുടങ്ങി മിടുക്കരായ പത്രപ്രവർത്തകരെ നന്നായി വിനിയോഗിച്ചു. റെഡ്ഡിയാരായിരുന്നു നാനാ സിനിമയുടെ തലതൊട്ടപ്പൻ. പിന്നീട് വെള്ളി നക്ഷത്രമായിരുന്നു മലയാള സിനിമയുടെ ഗതിവിഗതികളെ നിയന്ത്രിച്ചിരുന്നത്. വെള്ളി നക്ഷത്രം കലാകൗമുദി പബ്ലിക്കേഷൻ്റെ ഉൽപ്പന്നമായിരുന്നു. അത് പിന്നീട് നിന്നുപോയി. മറ്റൊന്ന് ചിത്രഭൂമിയായിരുന്നു, മാതൃഭൂമിയുടെ ഉൽപ്പന്നമായ ചിത്രഭൂമി. ഇതിലൊക്കെ ഒരു കാലത്ത് ഇത്തരം പ്രണയകഥകൾ വലിയ സെൻസേഷണലായി അടിച്ച് വരുമായിരുന്നു. മാതൃഭൂമിയും സിനിമാ മംഗളവും നാനയും ഒക്കെ ഒരു കാലത്തെ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ആ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്ന വാരികകൾ ഇപ്പോഴും ഒരുപാട് പേർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചരിത്രമാണ്, അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അതൊക്കെ ചരിത്രത്തിൻ്റെ തങ്കലിപികളാൽ എഴുതി ചേർത്ത അധ്യായമാണ്. പ്രണയങ്ങൾ ഇന്ത്യൻ സിനിമയിൽ എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ബോളിവുഡിലും തെന്നിന്ത്യയിലും മലയാളത്തിലും ഒക്കെ. ഹോളിവുഡിൽ പ്രണയങ്ങൾ ഒരു ഒരു തുടർക്കഥയാണ്. അത് കാലാതിവർത്തിയായി നീണ്ടുപോകുന്ന ഒരു തുടർക്കഥ. എന്തായാലും ഈ പ്രണയങ്ങളൊക്കെ ഒരു കാലത്ത് മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതൊക്കെ ആസ്വദിച്ചിരുന്ന ഒരു തലമുറ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു.